ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമ്മർ സീസണിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ സൺടാൻ. അതിനായിട്ട് ഞാൻ 2 പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിനകത്ത് ഏതാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്ന് സാൻഫയുടെ ഇൻസ്റ്റന്റ് ടാൻ റിമൂവർ ക്രീം ആയിരുന്നു. ഇതൊരു ഡെഡ് സ്കിൻ റിമൂവർ കൂടിയാണെന്നാണ് ഇത് മെൻഷൻ ചെയ്തേക്കുന്നത്. എക്സ്ഫോലിയേറ്റിംഗ് ജെല്ലാണ്. ഇത് ഈ 100 ഗ്രാമിന്റെ ഒരു ട്യൂബാണ് വരുന്നത്. ഏകദേശം 450 അടുത്താണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന purple.com നിന്നായിരുന്നു. പർപ്പിൾ ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് കവടിയാറുള്ളത് കൊണ്ട് ഇന്ന് ഓർഡർ ചെയ്ത് ഇന്ന് തന്നെ പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇത് നമുക്ക് സ്കിന്നിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ജെല്ലുണ്ട്. അതായത് നമ്മൾ കുറച്ചു നേരം സ്കിന്നിൽ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ വൈറ്റ് കളറ് നമ്മുടെ ഈ ജെല്ല് സ്കിന്നിന്റെ ഇതുപോലെ, അതായത് സ്കിന്നിൽ നിന്ന് നമുക്ക് ചെളിയൊക്കെ ഇളകി വരത്തില്ലേ, അതുപോലെ ഇങ്ങനെ വരിക. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതാണ്. ശരിക്കും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ റിസൾട്ട് ഒന്നും കിട്ടിയ ഒരു പ്രോഡക്റ്റ് അല്ലേ. കാര്യം ഇതിനകത്ത് ഈ വൈറ്റ് കളർ ജെല്ലാണ് ഇങ്ങനെ കളർ ചേഞ്ച് ആയി നമ്മുടെ ഡെഡ് സ്കിൻ എക്സ്ഫോലിയേറ്റ് ആയി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. അത്രയും പൈസ പോയിന്നല്ല. ഞാൻ ഒരു 3-4 ടൈംസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യണം അനുസരിച്ചിട്ട് ഈ വൈറ്റ് കളർ ജെല്ലിന്റെ കളറ് നമ്മുടെ ഡെഡ് സ്കിൻ പോണ അനുസരിച്ചിട്ട് ഇതിന്റെ കളർ മാറി വൈറ്റ് തന്നെ ആയിട്ട് വരും. അപ്പൊ എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻസ് ഉണ്ടോ അത് പോണ അനുസരിച്ചിട്ട് അതിന്റെ കളർ അങ്ങനെ തന്നെ നിൽക്കുന്നുള്ളത്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറെ പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ യൂസ് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് റിസൾട്ട് വരുന്നുണ്ടായിരുന്നത്. ഇത് ഞാൻ കയ്യിലും കാലിലും ഫേസിലും അപ്ലൈ ചെയ്ത് നോക്കി. എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതിന് സെയിം ഇത് തന്നെയാണ്. അതായത് ജെല്ല് കളർ മാറിയാണ് നമുക്ക് ഇതിങ്ങനെ വരുന്നത്. അത് ശരിക്കും ഒരു വേഴ്സ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് വെറുതെ പൈസ കളയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. സൺഫയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ എക്സ്ഫോലിയേറ്റിംഗ് ജെല്ല്. പിന്നെ ഞാൻ അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ഈ ഖറിന്റെ ഈ മാജിക് സോപ്പായിരുന്നു. ടാൻ റിമൂവർ സോപ്പാണ്. ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ purple.com തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 100 ഗ്രാമിന് എനിക്ക് തോന്നുന്നു 179 അങ്ങനെയാണ് ഇത് ഒരെണ്ണത്തിന്റെ പ്രൈസ് വരുന്നത്. ഞാൻ നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നല്ല, പക്ഷേ എന്റെ കയ്യിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ രണ്ടിടത്തും നിറയെ നല്ല രീതിയിലുള്ള ടാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കിനും അറിയാൻ പറ്റും, അതായത് ഈ ഒരു പോർഷനിലാണ് ഏറ്റവും ഡാർക്കായിട്ട് സൺടാൻ ഉള്ളത്. ബാക്കിയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഫേസിലാണെന്നുണ്ടെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ 2 വീലർ ഡ്രൈവ് ചെയ്താണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇളം വെയിലല്ല, ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല ഹാർഷായിട്ടുള്ള വെയിൽ തന്നെയാണ് അടിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ വെയിൽ സ്ഥിരം കൊണ്ടിട്ട് ഈ ഒരു കൈപ്പത്തി രണ്ടിലും നല്ല ടാൻ ഉണ്ടായിരുന്നു. ഈ ഒരു സോപ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ് 7 days ആണ് ഇവർ പറയുന്നത്. ശരിക്കും അത്രയും ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും. ഇടയ്ക്ക് കുറച്ച് ദിവസം ഹൗസ് വാമിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി ആ സോപ്പ് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കൊന്നും പിയേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഇന്നിപ്പം മറ്റേ സോപ്പ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ഫോമിങ് സോപ്പാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പതഞ്ഞു വരും. അപ്പൊ ഞാൻ കുറച്ച് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്രയും ദിവസം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇത് വെച്ചിട്ട് തന്നെ ആയിരുന്നേ മുഖവും കഴുകിക്കൊണ്ടിരുന്നത്. ഇതൊരു ആയുർവേദിക് പ്ലസ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. ഇതിന് തന്നെ ഒരുപാട് ഇത് വരുന്നുണ്ട്. ഞാൻ സാഫ്രോൺ പ്ലസ് സാൻഡൽവുഡ് ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ ഒരു സോപ്പിന്റെ കാറ്റഗറിയിൽ വരുമ്പോഴത്തേനും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ആ ഒരു പൈസക്ക് നമുക്കിതൊന്നും നഷ്ടമൊന്നും അല്ല. അത്യാവശ്യം ടാനൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്.